ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു വില്ലൻ അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അവരുടെ പേര് എനിക്ക് പറയണ്ടല്ലേ? അത് ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ ഉണക്ക് മോളെ. ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ തന്നെ പറയണം, അല്ലാണ്ട് ഞാനൊക്കെ വേറെ എല്ലാം പറഞ്ഞു പോനെ. ഇത്രയും പറഞ്ഞു നിർത്തിയല്ല സന്തോഷം. നമുക്കിനി പറയാനുള്ള സ്പേസ് പോലും നീ ഉണ്ടാക്കിയിട്ടില്ലോടെ. കഷ്ടം തന്നെ മോശം പോയത്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോ തന്നെ ഞാൻ ഈ കേസ് പറഞ്ഞതാണ്. അതായത് ഈ ജാസി എന്ന് പറഞ്ഞ ഈ ബദൂരിപ്പട ഇതുപോലെ ആൾക്കാരെ കയറി ഇങ്ങനെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും നാള് മറ്റേ ട്രോൾ വീഡിയോ മറ്റേത് മറിച്ചൊക്കെ ചെയ്ത് ഇതിനെ തന്നെ തിന്ന് ജീവിക്കുന്ന കുറെ പേരുണ്ടല്ലോ, അതുപോലെ ആവില്ല. അത്യാവശ്യം റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ, റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്തിട്ട് അങ്ങ് റിയാക്ട് ചെയ്യുന്ന സാധനമല്ല, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്യുന്ന ആൾക്കാർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നീ ഊമ്പും. നേരെ പെങ്കൊച്ചിനെ വിളിച്ചിട്ട് തുണി ഒരു കാണിച്ചു കൊടുത്തിട്ട് നാണം ഉണ്ടോ എന്ന് ആലോചിക്കണേ. അല്ലെങ്കിൽ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള പല ടീമുകൾ അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ ഒക്കെയാണ് കൂടുതലും ട്രെയിനിലും മറ്റൊക്കെ വന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അപരാധങ്ങൾ ജനങ്ങൾ കണ്ട് വെറുത്ത് അതുപോലെ ചീത്തപ്പേര് ഇവർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ജാസി എന്ന് പറഞ്ഞ സാധനത്തിന് കമ്മ്യൂണിറ്റിയിലൊന്നും കൂട്ടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യണില്ല. ഇനി അതിലുള്ളവർ വന്നിട്ട് കമ്മ്യൂണിറ്റിയിലുള്ളതെന്ന് പറഞ്ഞാൽ പോലും ഒരു കോപ്പുമില്ല. ഞാൻ പറയാണ് നിങ്ങൾക്ക് കൂടി നാണക്കേടാണ് അതിന്. ഈ വന്ന ആൾക്കാരെ മിസ്ലീഡ് ചെയ്യണ ഇതുപോലത്തെ കണ്ടന്റ്സ് ഇട്ട് കൊടുത്ത ആൾക്കാരിലേക്ക് എന്നിട്ടാണ് അവസാനം ഓരോരുത്തർ റിയാക്ട് ചെയ്യാനും തെറി വിളിക്കാനും കളിയാക്കാനും തുടങ്ങിയത്. പലരും വന്ന് പറയുന്നുണ്ട് നീയൊക്കെ കൂടി അവന് റീച്ച് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടംപോയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാരും കൂടി മുന്നിട്ടിറങ്ങി കഴിഞ്ഞാണ്ടല്ല ഇവന്റെ അക്കൗണ്ട് വരെ പൂട്ടി കണ്ടം വഴി ഓടേണ്ടി വരും. ഇനി നമ്മുടെ നാട്ടിൽ കൂടി പോയി കഴിഞ്ഞാൽ ഏത് നാട്ടിൽ ചെല്ലുക അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഒരു നാട്ടിലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സൈസ് സ്വഭാവമല്ലേ. ഇവിടെ പെങ്കൊച്ചിനെ വിളിച്ചിട്ട് തുണി ഒരു കാണിച്ചു കൊടുക്കാൻ എനിക്ക് നാണുണ്ടോ? പേര് പറയാൻ തന്നെ എനിക്ക് അറപ്പാ. അവന്റെ കൂടെ ഒരു കരടിത്താടിയും വെച്ച് ഒരുത്തം നടക്കണ്ടല്ല താത്തം വെച്ചുണ്ടൻ. അവനാ അതായാലും വലിയത്. ഹെലന്റെ വീഡിയോയിൽ ഹെലൻ കൃത്യമായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട് അവളുടെ ഉള്ള സാധനങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞാൽ ജാസ്തി നീ നാറട്ടെ. അതാ ഞാൻ പറയണേ. നമുക്കാർക്കും ഇത് കണ്ടന്റ് ആയിട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് കുറെയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാനും. ഇപ്പൊ സായി എന്നെക്കായൊക്കെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. സായി ഉൾപ്പെടെ ഈ സാധനം വീഡിയോ എടുത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇതുപോലെ അനുഭവിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നുകൾ ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സമൂഹത്തിൽ ഉൾപ്പെടെ ദോഷമുണ്ട്. സീരിയസ്ലി എനിക്ക് പച്ചത്തെറി പറഞ്ഞ സാധനം ചെയ്യാൻ അറിയാൻ പാടില്ല. അവനെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും. നമുക്കൊരു ലിമിറ്റ് വെച്ച് ചെയ്യാൻ അറിഞ്ഞൂടാ ഈ വക വിഷയത്തിലൊന്നും. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു കണ്ടന്റും ചെയ്യാൻ ഇനി ഇടവരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അവസാനമായിട്ട് വീണ്ടും പറഞ്ഞു നോക്കണം, ഇത്രേ ഉള്ളൂ. എല്ലാരും പോയിട്ട് അറിയാണ്ടെങ്കിലും ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി അൺഫോളോ ചെയ്തോളുക. പിന്നെ ഈ ദത്തെടുക്കണ കേസ് എന്താ പറഞ്ഞില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒന്നില്ലി പെണ്ണായിട്ട് മാറണം, അല്ലെങ്കിൽ മറ്റേ കാർഡ് കിട്ടണം. ഇത് രണ്ടും ചെയ്യാത്ത നീ എങ്ങനെയാണ് നായിന്റെ ദത്തെടുക്കുന്നത്? ആ കൊച്ചിന്റെ അടി ഭാവികളേനാ നായേ.